ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഡാറ്റ്. നമ്മൾ ഈ കാണുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിഞ്ഞ് മുറിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും നല്ല വൈറ്റമിനുള്ളൊരു ഫലം വേറെ ഇല്ല എന്നാണ് പറയണ കേട്ടോ. സംഗതി നമ്മളിത് ആദ്യം വഴിവെക്കൽ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ പോകുന്നിടത്ത് വഴിവെക്കലൊക്കെയാണ് ഇത് വിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെയാണ് പിന്നെ കിട്ടിത്തുടങ്ങിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എണ്ണം എടുത്ത് നമ്മളത് അങ്ങനെ പകുതി ഇങ്ങനെ പൂണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കടുകിട്ട പോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ രണ്ട് സൈഡിലും നല്ല വൈറ്റമിൻ നമുക്ക് ടീസ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കാവുന്ന തരത്തിലൊക്കെയാണ് അതിൻ്റെ ആ ഒരു പഴം അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അത്രയ്ക്കും നല്ല വിലയും കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയത്ത് അതിൻ്റെ വില നോക്കുമ്പില്ലേ 500, 650, 750, 900 വരെയൊക്കെ എത്തിയിട്ടാ. അപ്പം ഇത്രയ്ക്ക് ഇങ്ങനെ പ്രാസൊപ്പിച്ചിട്ട് പറയാൻ ശ്രമിക്കാൻ നോക്കിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തു. അപ്പോൾ അതൊന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടാവും ഇത് മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് 2 മാസമൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ എല്ലിൻ്റെ പൊടി അങ്ങനെ ചാണകം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ താഴത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വളർച്ച പ്രാപിക്കുകയും പഴുക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ നാട്ടിൻപുറത്തുണ്ടാവുന്നത് അങ്ങനെ ടേസ്റ്റ് ഒരു വ്യത്യാസമില്ല. കാരണം നല്ല മധുരമാണ്, നന്നായിട്ട് കഴിക്കാൻ പറ്റാവുന്ന ആ ഒരു പാകമാകുമ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് അവർ നിർത്തിയേക്കാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ടാവും. അതൊന്ന് പരിചയപ്പെടുത്താനും അത് നിങ്ങളൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം എനിക്ക് ചിലപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് ആദ്യമായിട്ട് കാണുന്നതായിരിക്കാം നാട്ടിൽ. മറ്റുള്ളവർ കാണാത്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവർ ചിലർ പറയാറുണ്ടാവും ഇതൊക്കെ ഞങ്ങളുടെ അവിടെ ഉള്ളതല്ല, ഇതൊന്നും അത്ര വലിയ വിഷയമുള്ള കേസല്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാനിത് ആദ്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്തായാലും അതിമനോഹരമായിട്ടുണ്ട്. ആ കള്ളിച്ചെടികളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചൊരു പൂവായിട്ട് വരികയും പിന്നീട് അതൊരു ഫലമായിട്ട് അതുമേ നമ്മളിപ്പോൾ